നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗം, അതായത് നാർക്കോട്ടിക് ഡ്രഗ്സ്, അതായത് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം എന്തുകൊണ്ടാണ് കൂടുന്നതെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിൽ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം കൂടാനുള്ള പ്രധാന കാരണം ഇതിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇങ്ങനെ അവൈലബിലിറ്റി കൂടി വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഇത് ഗവൺമെന്റ് യാതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷനും ഇത് ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല കേരളത്തിലേക്ക് ഗോവ, ബാംഗ്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ധാരാളമായി യാത്ര ചെയ്യുകയും അങ്ങനെ യുവാക്കൾ അത് ആ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഡ്രഗ്സ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് ചെറിയ ക്വാണ്ടിറ്റിയിലും വലിയ ക്വാണ്ടിറ്റിയിലും ഒക്കെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇതിന് ഗവൺമെന്റ് യാതൊരു രീതിയിലുള്ള ആ, നിയമ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു വേദനാജനകമായ കാര്യമാണ്. ഈ ഗവൺമെന്റിന്റെ പല കാര്യങ്ങൾക്കും, അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിനും സമ്മേളനങ്ങൾക്കുമൊക്കെ ഫണ്ട് നൽകുന്നത് ഈ നർക്കോട്ടിക് ഹോൾസെയിലേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ നാർക്കോട്ടിക്സ് വ്യാപകമായ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്ന ആളുകളെ ഒരു രീതിയിലും അറസ്റ്റ് ചെയ്യുകയോ അവരെ യാതൊരു രീതിയിലുള്ള നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ചെറിയ രീതിയിൽ ഇത് വ്യാപാരം നടത്തുന്ന ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു നാർക്കോട്ടിക്സിന്റെ ഹോൾസെയിലറെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ ഒരു കൊലപാതക കേസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലീസ് ഈ രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിൽ ഡ്രഗ്സ് ന്റെ വ്യാപാരം വർദ്ധിക്കുന്നതിന് ഒരു കാരണമായി മാറുന്നു. എന്നാൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. സാമൂഹികമായ സുരക്ഷിതത്വമില്ലായ്മയും ഈ ഡ്രഗ്സിന്റെ ഉപയോഗത്തിന് വളരെയേറെ സഹായകരമാകുന്നു. ഇന്ന് മാതാപിതാക്കളെല്ലാം ബില്ലടയ്ക്കുന്നതിന് വേണ്ടിയിട്ടും പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിലായാലും ഒരു പരിധിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒരു ഡ്രഗിന്റെ വ്യാപനത്തിന് സഹായകരമായ കാര്യമാണ്. പിന്നീട് സ്കൂളിലെ അധ്യാപകരാണെങ്കിൽ പോലും അതൊരു പ്രൊഫഷനായിട്ട് മാത്രം കാണുന്നു. അല്ലാതെ കുട്ടികളുടെ മാനസിക വളർച്ചയും അവരുടെ പ്രോബ്ലംസ് എന്താണെന്നൊന്നും പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഡ്രഗ്സിന്റെ ഉപയോഗം ഇത്രയും കൂടാനുള്ള ഒരു കാരണം. പിന്നീട് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയില്ലായ്മ യുവജനങ്ങളുടെ ഇടയിൽ വർദ്ധിക്കുന്നതായി കാണുന്നുണ്ട്. ഇതും ഡ്രഗ്സിന്റെ ഉപയോഗത്തിന് വളരെയേറെ ഒരു ആക്കം കൂട്ടുന്നു. മറിച്ച് മറ്റ് ആക്ടിവിറ്റികളിലൊന്നും കുട്ടികൾ ഏർപ്പെടുന്നില്ല. അതായത് ജിമ്മിൽ പോവുകയോ എക്സർസൈസ് ചെയ്യുകയോ അങ്ങനെ അവരുടെ ശരീരത്തിന് ഗുണകരമായ രീതിയിലുള്ള ആക്ടിവിറ്റീസിലൊന്നും കുട്ടികൾക്ക് ഏർപ്പെടുത്താനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ ഇന്ന് കുറവാണെന്നാണ് തോന്നുന്നത്. കൂടുതൽ സമയം കുട്ടികളെല്ലാം മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയും അല്ലാത്ത സമയം കൂട്ടുകാരോടൊപ്പം കൂടുകയും ഇങ്ങനെ ഉള്ള സിന്തറ്റിക് ലഹരികളൊക്കെ കുറെ കുട്ടികളാണെങ്കിൽ ഉപയോഗിക്കുന്ന ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഒരു കാരണം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾ വരുന്ന വാർത്തകളാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഡ്രഗ് അറസ്റ്റ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായി സ്പ്രെഡ് ആവുകയും എല്ലായിടത്തും അറിയുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ഇത് വളരെയേറെ ഉണ്ട് എന്ന് നമുക്കൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർ ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ രാഷ്ട്രീയത്തിൽപ്പെട്ട കുറെ ആളുകളുടെ മക്കൾ തന്നെ ഈ ലഹരി കേസിൽ അറസ്റ്റ് ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് അറസ്റ്റ് ആയത് ബിനീഷ് കോടിയേരിയാണ്. അത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അറസ്റ്റിലായി 6 മാസത്തോളം അദ്ദേഹം ബാംഗ്ലൂർ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ തെളിവില്ല എന്ന് പറഞ്ഞൊക്കെ പുറത്താക്കി, വെറുതെ വിട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയമായ സെറ്റിൽമെന്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം അതിനുശേഷം പ്രതിഭ എം.എൽ.എയുടെ മകൻ കനിവ് എന്തോ ഡ്രഗ്സ് ഉപയോഗിച്ചതിന് ആഹ് എക്സൈസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ എസ്.ഡി.പി.ഐയോ വി.എസ്.ഡി.പി.ഐയുടെ എങ്ങാണ്ട് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവാജി അറസ്റ്റ് ചെയ്തെന്ന് കേൾക്കുന്നു. ഇങ്ങനെ പല പ്രശ്നം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്പർ ഓഫ് എണ്ണം വളരെ കൂടുതലാണെന്ന് വേണം കണക്കാക്കാൻ. ഇത് ശരിക്കും ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് ഇത് തടയേണ്ടതാണ്. കാരണം യുവതലമുറയുടെ ഭാവി നശിക്കുകയും അവർക്ക് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വരികയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഗവൺമെന്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ട് റഷ്യയിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആളുകൾക്ക് ഇഷ്ടം പോലെ അവിടുത്തെ ഗവൺമെന്റ് വോഡ്ക സപ്ലൈ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതായത് ആളുകള് ഈ ഡ്രഗൊക്കെ വലിച്ച് വല്ലോടത്തും ഇരുന്നോട്ടെ, ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാനോ ഗവൺമെന്റിന്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടാണോ എന്ന് നമുക്കറിയില്ല. ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്തായാലും ഈ ഡ്രഗ് മാഫിയയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇവരാരും ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും ഉം, പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്തായാലും യുവാക്കൾ, വരുന്ന തലമുറയാണ് ഒരു രാജ്യത്തിന്റെയും ഒരു സംസ്ഥാനത്തിന്റെയും ഒക്കെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ആളുകളെ മാക്സിമം കരുതലോട് കൂടി സംരക്ഷിക്കേണ്ടത് ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ സംരക്ഷിച്ചില്ലെങ്കിൽ അവര് വേറെ മാർഗ്ഗങ്ങൾ തേടി പോവുകയും അല്ലാത്ത ആളുകൾ നശിക്കുകയും ഒക്കെ ചെയ്യും. ഒരിക്കലും ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകൾക്ക് ന്യായമായ രീതിയിൽ ജോലി കൊടുക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളോ യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളത് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അഥവാ ഒരു ജോലി കിട്ടണമെങ്കിൽ തന്നെ രാഷ്ട്രീയക്കാരെ കാല് പിടിക്കണം. അവർക്ക് ഭീകരമായ പൈസ കൊടുക്കണം.
അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഒരിക്കലും ആരും വേറൊരാളുടെ കാല് പിടിച്ചൊരു ജോലിക്കൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് നല്ല ശതമാനം ആളുകൾ കേരളം വിട്ടു പോകുന്നത്. ഒരു രാഷ്ട്രീയക്കാരന്റെ കാല് പിടിച്ചൊരു ജോലി മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നാണം കെട്ട ഒരു പരിപാടിയാണ്. അതുപോലെ പൈസ കൊടുത്ത് ജോലി ഇവിടെയൊക്കെന്ന് പറഞ്ഞാൽ വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ പൈസ കൊടുത്ത് ജോലി മേടിക്കുക എന്ന് പറഞ്ഞാൽ മോഡേൺ സ്ലേവറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മുടെ കാശ് കൊടുത്ത് നമ്മുടെ ഒരുത്തൻ ജോലിക്ക് പോകുന്നത് തന്നെ അവന് ജീവിക്കാൻ വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടുമാണ്. അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞത് മോഡേൺ സ്ലേവറിയാണ്. അതുപോലും മനസ്സിലാക്കാതെയാണ് ഇന്ന് നമ്മുടെ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിലും പൈസ മേടിക്കുകയാണ് ആളുകളുടെ കയ്യിൽ നിന്ന്. അവർക്ക് പൈസ മേടിച്ച് അവർക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ PSC മെമ്പർ ആവാൻ വേണ്ടി തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി 60,00,000 രൂപ മേടിച്ചിട്ടാണ് ഒരാളെ PSC മെമ്പർ ആക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഭീകരമായ കാര്യമാണ് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. ഇതിനെതിരെ പ്രതികരിക്കാൻ യുവാക്കൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള യുവാക്കളെയാണ് ഇവർ ഈ ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ അവരുടെ സിരകളിലേക്ക് ഇമ്പൾസ് ചെയ്ത് അവരെ യാതൊരു രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ആളുകളാക്കി മാറ്റുന്നത്. ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ മാറ്റാൻ ഗവൺമെന്റും ജനങ്ങളും സ് മാതാപിതാക്കളും അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. പിള്ളേരുടെ വളർച്ചയും കാര്യങ്ങളും എല്ലാം അവരെങ്ങനെയാണ് അവരുടെ പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കാര്യങ്ങളൊക്കെയാണ്. ഇത് മാതാപിതാക്കൾക്ക് ഇന്നത്തെ കാലത്ത് ബില്ലടയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഒരു സ് അധ്വാനിക്കേണ്ടതായിട്ട് വരുന്നത് ബില്ലടയ്ക്കാൻ വേണ്ടി തന്നെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികളുടെ ശ്രദ്ധ കുറയുമ്പോൾ അവർ മറ്റൊരു രീതിയിലേക്ക് ഡിസ്ട്രാക്ട് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റും ബാക്കിയുള്ള ആളുകളും കുടുംബത്തിലുള്ള മാതാപിതാക്കളും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രീതിയിലുള്ള ഡ്രഗിന്റെ വ്യാപാരം തടയുന്നതിനും ഒക്കെ. പക്ഷെ ഗവൺമെന്റ് ഇത് ശ്രദ്ധിക്കുമെന്ന് അറിയത്തില്ല. കാരണം ഗവൺമെന്റിന് സമ്മേളനങ്ങൾ നടത്താനും ആഘോഷങ്ങൾക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്ക് ധൂർത്തടിക്കുന്നതിനും കുന്തളിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ആണ് ഈ ഡ്രഗ് മാഫിയ പൈസ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ തൊടുപുഴയിൽ അറസ്റ്റ് ചെയ്ത അവന്റെ പേരെന്താണെന്ന് എനിക്ക് മറന്നുപോയി. അവൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും കാശ് കൊടുക്കുന്നു. അത് ഇരട്ടി പൈസയ്ക്ക് പകുതി പൈസയ്ക്ക് സാധനങ്ങൾ കൊടുക്കും എന്ന് പറയുന്ന പോലെ എല്ലാ രാഷ്ട്രീയക്കാരും പുള്ളിയുടെ സുഹൃത്തുക്കളാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും പൈസ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ ഡ്രഗ് മാഫിയയും ചെയ്യുന്നത്. അവരെല്ലാ രാഷ്ട്രീയക്കാർക്കും കാശ് കൊടുക്കും. അവരെല്ലാ രാഷ്ട്രീയക്കാരെയും കയ്യിലെടുക്കുന്നു. അതുകൊണ്ട് അവർ വളരെ സ്മൂത്ത് ആയിട്ട് ഈ ബിസിനസ് നടക്കുന്നു. പക്ഷേ യുവതലമുറയാണ് വഴിപിഴച്ച് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.